والسلام وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ചെക്കിയാട്ട് കുടുംബ സംഗമം ഭംഗിയാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന കുടുംബാംഗങ്ങളെ വിശിഷ്യ ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ ഒരു കുടുംബ സംഗമത്തിന് ഇങ്ങനെ ഒരു ഒത്തുചേരലിന്റെ പിന്നിൽ വലിയ ത്യാഗമുണ്ട്. വളരെയധികം ത്യാഗം ചെയ്ത് എല്ലാ ആളുകളെയും ഒരു നാളിലേക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപക്ഷെ ഒരു മഹലിൽ പരിപാടി നടത്തുന്നതിനേക്കാൾ ശ്രമകരമാണ്. അതിൻ്റെ കൺവീനറായി TN സിദ്ദീഖ് സ്വാഗതം ആശംസിച്ച TN സിദ്ദീഖ് സാഹിബ്, അതേപോലെ ഇതിൻ്റെ അധ്യക്ഷൻ ഈ സംഗമത്തിൻ്റെ ചെയർമാൻ കൂടിയായ അഭിനന്ദനായ പൂക്കോത്ത് സിറാജ് സാഹിബ്, അതേപോലെ ഇവിടെ ആശംസ പറയാനിരിക്കുന്ന പൂക്കോത്ത് റജീന സിറാജ്, PK മുഹമ്മദ് നഷാദികാരി, അതേപോലെ ചിക്കാട്ട് മായിക്ക കുട്ടി ഉണ്ടല്ലേ, മായക്കുട്ടി അത് ഒരു കുട്ടിയും കൂടെ ഞാൻ മായിക്ക അൽഹംദുലില്ലാ. അതുപോലെ സക്കരിയ ഹാജി നെല്ലൂര് ജോൺ കൺവീനർ, രക്ഷാധികാരി സിയാക്കൂർ സാഹിബ്, അതേപോലെ അഷ്റഫ് പടിക്കലക്കണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതേപോലെ നന്ദി പ്രകാശിപ്പിക്കുന്ന പ്രിയങ്കരനായ പ്രസാദ്, അതേപോലെ ഇവിടെ ഈ കുടുംബത്തിൻ്റെ ഭാഗമായ ധാരാളം ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ്. കുടുംബ ബന്ധങ്ങൾ അഥവാ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ബന്ധങ്ങളൊക്കെ വാട്സാപ്പിലൂടെ, ഓൺലൈനിലൂടെ കേവലം എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കർ ഇട്ടിട്ട് സലാമും ദുആ പോലും ഇപ്പോൾ സ്റ്റിക്കറാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മരിച്ചാൽ പോലും പരസ്പരം വരാനോ അല്ലെങ്കിൽ വിളിച്ചു നോക്കാനോ പോലും പലപ്പോഴും പല ആളുകൾക്കും സമയം കിട്ടാറില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ആളുകൾ ഒരുപാട് ദിവസത്തെ ശ്രമം എന്നൊന്നും പറഞ്ഞുകൂടാ അല്ലേ, കുറഞ്ഞ ദിവസത്തെ കഠിന പരിശ്രമം കൊണ്ട് അങ്ങനെ പറയാം. അൽഹംദുലില്ലാ, വളരെ ഗംഭീരമായ ഒരു സംഘം അവിടെ ഒരുക്കാൻ നമുക്ക് സാധിച്ചു. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അഥവാ കുടുംബ ബന്ധത്തിന്റെ പവിത്രത മനസ്സിലാക്കി ആ രീതിയിലുള്ള ഒരു ഒത്തുചേരലായി. ഇനി അല്ല ഇന്നാ അബാഹ വ അബാ ആബാഹ ഖദ് ബാലഗ ഫിൽ മജ്ദി ഗായതാഹ, എൻ്റെ ഓളെ വാപ്പാന്റെ വാപ്പ ഒക്കെ വലിയ വലിയ ആളുകളായിരുന്നു. കഅബയുടെ അരികിൽ വന്നിട്ട് പൊങ്ങച്ചം പറയുന്ന ഖുറൈശികൾ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിലും ഈ സംഗമത്തെ കൊണ്ടുപോകാം. പക്ഷേ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് പറഞ്ഞ രീതിയാണ് നാം സ്വീകരിക്കേണ്ടത്. കുടുംബ ബന്ധങ്ങൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു സംഗമത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ നിങ്ങളുടെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു സംസാരം ഇവിടെ ഉചിതമല്ല. അതിനേക്കാൾ ഉപരിയായി ഈ കുടുംബത്തിന്റെ അഥവാ ഒരുപാട് വേരും തായ്വേരും ശാഖകളും ഉപശാഖകളും ഒക്കെയുള്ള വളരെ പ്രൗഢമായ, വളരെ വിശാലമായ ഒരു കുടുംബമാണ് ഇത്. മുമ്പേ ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ സിറാജ് സാഹിബ് പറഞ്ഞതുപോലെ ഇപ്പോഴത് കാണാനുള്ള അവസരം ഉണ്ടായി എന്നതാണ്. ഇങ്ങനെ വലിയ കുടുംബം ആകുമ്പോൾ തന്നെ
നമുക്ക് വലിയ ബാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും എഴുന്നേറ്റ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് കുറഞ്ഞ സമയം ഒന്ന് സൈലന്റ് ആയി. മക്കളടക്കട്ടോ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. അവിടെ ഇരുന്നോ. അതായത് കുടുംബം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എത്ര വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്റെ പേരാണ് ഞാൻ അതിന് പകുത്തു കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ റഹ്മാൻ. ഒന്ന് പറഞ്ഞേ, ആരാ റഹ്മാൻ? റഹ്മാൻ ആരാ? റഹ്മാൻ റഹ്മാൻ അല്ലാഹു. എന്നാൽ കുടുംബ ബന്ധത്തിന് എന്താ അറബിയിൽ പറയാ? ഗർഭാശയം, കുടുംബ ബന്ധം, കുടുംബം, ഇങ്ങനെയൊക്കെ പറയും. കുടുംബ ബന്ധം പടച്ചത് ഞാനാണ്, എന്റെ പേരാണ് അതിന് പകുത്തു കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? റഹ്മാൻ എന്ന വാക്കിലെ ഉള്ള അക്ഷരങ്ങൾ നോക്കിയ റാ പറയും, റാ ഹാ മീം, പിന്നെ ഒരു ദീർഘം അല്ലെ അലിഫ്, അപ്പൊ നൂൻ. എഴുത്തിൽ അലിഫ് കാണൂല. അപ്പൊ റാ ഹാ മീം അലിഫ് നൂൻ. പക്ഷെ റഹ്മ എന്ന് പറയുമ്പോ എന്തില്ല? അവസാനത്തില് അലിഫും നൂനും ഇല്ല. റഹ്മാൻ ആരാണ്? അല്ലാഹു. അവസാനത്തിലെ അലിഫും നൂനും ഒഴിവാക്കിയാൽ എന്തായി? കുടുംബ ബന്ധമാണ്. അല്ലാഹു പറയുന്നു കുടുംബ ബന്ധം പടച്ചത് ഞാനാണ്, എന്റെ പേര് പകുത്തു കൊടുത്തിട്ടാണ് ഞാൻ കുടുംബ ബന്ധം പടച്ചിരിക്കുന്നത്. എന്റെ പേരിന്റെ ഭാഗമാണ്. വല്ലാത്ത ഗൗരവമുള്ളൊരു വാക്കാണ്. എന്നിട്ട് പറഞ്ഞു ഇത്രയും പവിത്രമായ കുടുംബ ബന്ധം ആര് ചേർക്കുന്നുവോ അവരുമായി ഞാൻ ബന്ധം ചേർക്കും. ഈ ബന്ധം ആര് അറുത്തു മാറ്റുന്നുവോ അവനുമായിട്ടുള്ള ബന്ധം ഞാനും അറുത്തു മാറ്റും. അവനുമായിട്ട് യാതൊരു കണക്ഷൻ എനിക്കുണ്ടാവില്ല. അപ്പൊ ഇബാദത്ത് എടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല, ദുആ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ലാഹുമായിട്ട് ബന്ധമില്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത ആളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബവുമായി ബന്ധമില്ലെങ്കിൽ അല്ലാഹുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. പടപ്പുകളോടുള്ള ബന്ധം നല്ല രീതിയിലായാൽ മാത്രമേ പടച്ചവനുള്ള ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കുന്നതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വലിയ കുടുംബമാണ്. പേരാവിലെ പേര് കേട്ട പെരുമപ്പെട്ട കുടുംബമാണ് ചെക്കിയാട്ട് കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിട്ട്